ആരാണ് ലണ്ടനിലുള്ള തന്റെ പ്രേമഭാജനത്തിന് എല്ലാ ദിവസവും എയർ ഇന്ത്യ വിമാനത്തിൽ പ്രേമോപഹാരം അയച്ചിരുന്നത്? ആരാണ് തന്റെ വിദേശിയായ കാമുകിയുടെ കടലിലെ ശവസംസ്കാരത്തിന് റീത്തുവയ്ക്കാൻ ഇന്ത്യൻ നേവിയെ അയച്ചത്? ഏത് ദേശഭക്തനായ പ്രധാനമന്ത്രിയാണ് 85,800 സ്ക്വയർ കിലോമീറ്റർ ജമ്മുവിലെ മണ്ണ് പാകിസ്ഥാനും 37,244 സ്ക്വയർ കിലോമീറ്റർ മണ്ണ് ചൈനയ്ക്കും ദാനം ചെയ്തത്? ഏത് പ്രധാനമന്ത്രിയാണ് ഹൈദരാബാദിലെ റസാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാതെ ഹൈദരാബാദിനെ മറ്റൊരു കാശ്മീരാക്കാൻ ശ്രമിച്ചത്? വീര സവർക്കർ 13 വർഷം ജയിലിൽ ചെലവഴിച്ചപ്പോൾ ഏത് പ്രധാനമന്ത്രിക്കാണ് ജയിലിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ കിട്ടിയത്? ടെന്നീസ് കളിക്കാനും വീട്ടിൽ നിന്നുള്ള ആഹാരം കഴിക്കാനും സൗകര്യം കിട്ടിയത്? ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് ബ്രിട്ടീഷുകാരനും കാഴ്ചപ്പാട് കൊണ്ട് അന്താരാഷ്ട്രനും സംസ്കാരം കൊണ്ട് ഇസ്ലാമും സാഹചര്യം കൊണ്ട് മാത്രം ഹിന്ദുവുമാണ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? സരോജിനി നായിഡുവിന്റെ മകളായ പത്മജ നായിഡുവിനെ പ്രേമിക്കുകയും അവരെ ബംഗാളിന്റെ ഗവർണറായി നിയോഗിക്കുകയും ചെയ്തത് ആരായിരുന്നു? അംബേദ്കർ ഭരണഘടന എഴുതിക്കൊണ്ടിരുന്ന തിരക്കിലായിരുന്നപ്പോൾ ഫ്രാൻസിസ് ഗുന്തറിന് പ്രേമലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഭൂരിപക്ഷം പേരും സർദാർ വല്ലഭായി പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാൻ പിന്തുണച്ചപ്പോഴും തനിക്ക് തന്നെ പ്രധാനമന്ത്രിയാകണം, ഇല്ലെങ്കിൽ താൻ രാജ്യത്തിനെ വിഘടിപ്പിക്കും എന്ന് നിർബന്ധം പിടിച്ചത് ആരായിരുന്നു? എഡ്വിന മൗണ്ട് ബാറ്റന്റെ ഹണി ട്രാപ്പിൽ കുരുങ്ങി ഭാരതത്തിനെ രണ്ടായി വിഘടിപ്പിക്കാൻ സമ്മതിച്ചത് ആരായിരുന്നു? ഭാരതത്തിന്റെ ഒപ്പം ചേരാമെന്ന നേപ്പാളിന്റെ നിർദ്ദേശം തിരസ്കരിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ഭാരതത്തിന്റെ ഒപ്പം ചേരാമെന്ന ബലൂചിസ്ഥാന്റെ നിർദ്ദേശം നിരാകരിച്ച പ്രധാനമന്ത്രിയോ? ഭാരതത്തിലെ ആദ്യത്തെ അഴിമതി നടന്നപ്പോൾ പണം പുറത്തു പോയില്ലല്ലോ, രാജ്യത്തിന്റെ അകത്ത് തന്നെയുണ്ടല്ലോ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയോ? സുഭാഷ് ചന്ദ്രബോസിനെ റഷ്യക്കാർക്ക് ഒറ്റിക്കൊടുത്ത പ്രധാനമന്ത്രി? സുഭാഷ് ചന്ദ്രബോസിനെ ഞങ്ങൾ പുറത്തുവിടും എന്ന് പറഞ്ഞ് റഷ്യ ബ്ലാക്ക്മെയിൽ ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി? സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തിയിൽ ഭയന്ന് അദ്ദേഹത്തെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ച പ്രധാനമന്ത്രി? അച്ചുതണ്ട് ശക്തികളുടെ ഒപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയതിന് 1950 സർദാർ പട്ടേൽ മരിച്ചപ്പോൾ ഏതു പ്രധാനമന്ത്രിയാണ് ശവസംസ്കാര ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കരുതെന്ന് വിലക്കേർപ്പെടുത്തിയത്? വെസ്റ്റ് ബംഗാളിനെയും പാകിസ്ഥാന് കൊടുക്കരുതെന്ന് ഏത് പ്രധാനമന്ത്രിയെയാണ് ശ്യാമപ്രസാദ് മുഖർജി വിലക്കിയത്? ഷേഖ് അബ്ദുള്ളയുടെ സഹായത്തോടെ ഏതു പ്രധാനമന്ത്രിയാണ് ശ്യാമപ്രസാദ് മുഖർജിയെ കൊല്ലാൻ പങ്കുവഹിച്ചത്? അംബേദ്കർ ലോക്സഭയിലേക്ക് വരാതിരിക്കാൻ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ചരട് വലിച്ച വ്യക്തി? യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന അംബേദ്കറുടെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ പ്രധാനമന്ത്രി? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കാൻ അംബേദ്കർ വിസമ്മതിച്ചപ്പോൾ ഗോപാൽ അയ്യരോട് പറഞ്ഞ് കാശ്മീരിന് പ്രത്യേക പദവിയും ഭരണഘടനയും പതാകയുമൊക്കെ കൊടുക്കാൻ ഏർപ്പാട് ചെയ്ത വ്യക്തി? മതേതരത്വം തകർന്നു പോകുമെന്ന് പറഞ്ഞ് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ സഹകരിക്കാതിരുന്നത് ആരായിരുന്നു? എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ജവഹർലാൽ നെഹ്റു എന്നാണ്. നെഹ്റുവിന്റെ തെറ്റായ നയങ്ങളുടെയും വഴിപിഴച്ച ജീവിതത്തിന്റെയും വില ഭാരതം ഇന്നും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പേരക്കിടാവ് രാഹുലും ഇതേ പാതയിൽ ഭാരതത്തെ നശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്.